ഇതാണ് നമ്മുടെ ആദ്യത്തെ ടൂള്. ഈ ടൂളിന്റെ പ്രത്യേകത കണ്ടോ? ഈ ടൂള് കണ്ടോ? നേരത്തെ ഇങ്ങനെയായിരുന്നു കിടന്നിരുന്നത്. അത് ഈ രീതിയിലേക്ക് എത്തി. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ നമ്മുടെ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇമേജ് അങ്ങ് അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോംപ്റ്റ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ജനറേറ്റ് ഡിസൈൻ കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഇമേജ് മാറിയിട്ട് അത് ഈ രീതിയിലേക്ക് വരും. അതിനുശേഷം ഇതിനെ വീഡിയോ ആക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോ ആക്കാം, എച്ച് ഡിയിലേക്ക് ആക്കണമെങ്കിൽ എച്ച് ഡിയിലേക്ക് ആക്കാം. എന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടോ ആ വീഡിയോയിലേക്ക് എത്തും. ഇതിപ്പോൾ ഇമേജ് വന്നു കണ്ടോ, ഷോ ചെയ്ത് കണ്ടോ ഈ രീതിയിലേക്കായി. ഈ വീഡിയോ ആക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എച്ച് ഡിയിലേക്ക് ആക്കണമെങ്കിൽ എച്ച് ഡിയിലേക്ക് ആക്കുക. വീഡിയോ ആക്കണമെങ്കിൽ കണ്ടോ ഇതേപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യും. ഇതാണ് നമ്മുടെ ടൂൾ നമ്പർ 1. ഇതാണ് നമ്മുടെ ടൂൾ നമ്പർ 2. ഇതുണ്ടോ, ഇത് നമ്മുടെ ഇമേജ്, ഇത് പഴയ ഇമേജ് ഇതായിരുന്നു. ഇതുണ്ട്, ഇത് വന്നപ്പോൾ ഈ ഇമേജ് കണ്ടോ മാറിയതുണ്ടോ, ഈ രീതിയിലേക്ക് ആക്കാം. ഇതാക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് നമ്മൾ ഇവിടെ പോയിട്ട് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. കണ്ടോ, ഇവിടെ പോയിട്ട് ഇമേജ് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് നമ്മുടെ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഇപ്പം ഇതിപ്പോൾ ബെഡ്റൂം ആണെങ്കിൽ ബെഡ്റൂം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഏതാണെന്നുള്ള മോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ പോയിട്ട് ബ്യൂട്ടിഫുൾ റീഡിസൈൻ സെലക്ട് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും പ്രോംപ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് ഡിസൈൻ കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലേക്ക് ജസ്റ്റ് ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഇതിനകത്ത് സ്ട്രക്ചർ ചേഞ്ചസ് വരുത്തരുതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ടതുണ്ട്, ഇവിടെ ടിക്ക് മാർക്ക് ഇടുക. അപ്പോൾ സ്ട്രക്ചർ ഇടിച്ചു പൊളിക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കുന്നതിന് കൂടെ തന്നെ സ്ട്രക്ചറിൽ വ്യത്യാസം വരാൻ പാടില്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലോടെ മാറ്റം ഉണ്ടോ, വ്യത്യാസം വന്നുണ്ടോ, ഷോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വരും. നേരത്തെ അതായിരുന്നു, ഇത് വ്യത്യാസം വന്നുണ്ടോ, ഈ രീതിയിലേക്ക് മാറ്റം വന്നു. ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കണമെങ്കിൽ നേരത്തെ ഇതുപോലെ തന്നെ ജസ്റ്റ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അതുണ്ടോ, എല്ലാത്തിനും നമുക്ക് ഇതേപോലെ വീഡിയോസ് എടുക്കാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടൂള്. ഈ മൂന്നാമത്തെ ടൂളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ, നമുക്ക് ഇതേപോലെ പാർട്ടീഷൻ വാളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഇവിടെ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ പോയിട്ട് ഇവിടെ പോയിട്ട് നമ്മുടെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇവിടെ പോയിട്ട് അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ പോയിട്ട് ബെഡ്റൂം മോഡേൺ അതുള്ള കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ഇവിടെ ലിവിങ് ആക്കി. ഇവിടെ പോയിട്ട് നമ്മൾ വേണ്ടത് ലിവിങ് മോഡേൺ ഇത് കൊടുത്തു. ബ്യൂട്ടിഫുൾ മാറ്റിയിട്ട് നമ്മൾ ക്രിയേറ്റീവ് കൊടുത്തു. ക്രിയേറ്റീവ് കൊടുത്തിട്ട് നമ്മളവിടെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ പ്രോംപ്റ്റ് ജസ്റ്റ് നേരത്തെ മാറ്റിയിട്ട് വേറൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ആ പാർട്ടീഷൻ വാളെല്ലാം റിമൂവ് ചെയ്തിട്ട് ചെയ്യാനുള്ള പ്രോംപ്റ്റ് കൊടുക്കുന്നു. പിന്നെ ജസ്റ്റ് ജനറേറ്റ് ഡിസൈൻ കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറിയിട്ട് അത് കൃത്യമായിട്ട് നേരത്തെ കാണിച്ച ഇമേജിലേക്ക് വരും. ഇതുണ്ടോ, മാറി വന്നതുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് എന്താണ് ആ പ്രോംപ്റ്റിനനുസരിച്ച് ഇവിടെ ചേഞ്ചസ് വരും. പാർട്ടീഷൻ വാള റിമൂവ് ചെയ്തു. ഇത് തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് നോക്കി. ഇനി അടുത്താണ് നമ്മുടെ ടൂൾ എന്ന് പറഞ്ഞാൽ നാലാമത്തെ ടൂള്. അപ്പോൾ ഈ ടൂളിന് പ്രത്യേകത ഉണ്ടോ, നമ്മൾ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ എം ഡി ആയിട്ടുള്ള റൂമായിരുന്നു. ആ റൂമിനെ നമുക്ക് ഇതേപോലത്തെ രീതിയിലേക്ക് അതിന്റെ ടൈലൊക്കെ മാറ്റിയിട്ട് മാർബിളൊക്കെ ആക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ആദ്യമേ തന്നെ നേരത്തെ ഇതുപോലെ തന്നെ നമുക്ക് വേണ്ട ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് നേരത്തെ ഇതേപോലെ തന്നെ ലിവിങ് അതുപോലെ എടുക്കുക. രണ്ട് മോഡേൺ മാറ്റിയിട്ട് പെർഫെക്റ്റ് ആക്കുക. പെർഫെക്റ്റ് ആക്കിയിട്ട് ശേഷം നമ്മൾ ഇവിടെ പോയിട്ട് ഇൻസ്ട്രക്ഷൻസിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മൾ കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഞാനിവിടെ കൊടുത്തേക്കുന്നത് ലക്ഷറി ഇറ്റാലിയൻ ഇന്റീരിയൽ വിത്ത് എമറാൾഡ് ഗ്രീൻ വാൽവറ്റ് സോഫ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് എന്താണോ വേണ്ടത് അതേപോലത്തെ രീതിയിലേക്ക് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ജനറേറ്റ് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലേക്ക് ചെയ്യാൻ നേരത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിലേക്ക് വരും. പിന്നെ അതിന്റെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ പെട്ട് നമ്മൾ ആ പ്രോംപ്റ്റ് കൂടെ കൊടുക്കുക. പ്രോംപ്റ്റ് കൂടെ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ജസ്റ്റ് ജനറേറ്റ് ഡിസൈൻ കൊടുക്കുക. നമ്മളിവിടെ കൊടുത്തത് ആ ഇമേജ് അപ്ലോഡ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ലിവിങ് മോഡേൺ പെർഫെക്റ്റ് ആക്കി അതിനുശേഷം നമ്മളിവിടെ ആ പ്രോംപ്റ്റ് കൂടി കൊടുത്തു നമുക്ക് വേണ്ട എന്താണെന്നുള്ളത്. അപ്പോൾ വ്യത്യാസം വന്നുണ്ട്. പച്ച കളറിലുള്ള ഇതിലേക്ക് പോയി. അടുത്ത അഞ്ചാമത്തെ ടൂൾ അതുണ്ട്. നമ്മൾ ഈ അതിനകത്ത് ഓരോരോ സാധനങ്ങളായിട്ട് നമുക്ക് മാറ്റങ്ങൾ കളർ ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഇത് വ്യത്യാസം കണ്ടോ, ഓരോന്നിന്റെ കളർ ചേഞ്ചസ് ആയതുണ്ടോ. ഈ രീതിയിൽ നമുക്ക് കളർ ചേഞ്ചസ് വരുത്താൻ വേണ്ടി നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാം. ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഇമേജ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എവിടെയാണ് ചേഞ്ചസ് വരുത്തുന്നത്, ഇപ്പം എനിക്ക് വാളിലാണ് ചേഞ്ചസ് വരുത്തുന്നതെങ്കിൽ വാളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക.
കണ്ടന്റ് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ കളർ എടുക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോംപ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പ്രോംപ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ടെക്സ്റ്റേഡ് വുഡൻ പാനൽ വിത്ത് ഹിഡൻ വാം എൽഇഡി ലൈറ്റ് സ്ട്രിപ്പ് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ജനറേറ്റ് ഡിസൈൻ കൊടുക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ മാറിയിട്ട് ആ കളറിലേക്ക് വരും. അങ്ങനെ നമുക്ക് ഓരോന്നും മെറ്റീരിയൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടൂൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കളർ പിക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇനി മെറ്റീരിയലാണ് നമുക്ക് മാറണമെങ്കിൽ ഇവിടെ മെറ്റീരിയൽ കൊടുത്ത് ആ വ്യത്യാസം കണ്ട വേറെ ഒന്നിനും ചേഞ്ചസ് ഇല്ല, ആ വാളിന് മാത്രം ചേഞ്ചസ് ഒന്നും ആ രീതിയിലേക്ക് പോകും. നിങ്ങൾക്ക് മെറ്റീരിയൽ മാറ്റം വരുത്തുന്നുണ്ട്. ഇവിടെ മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് വേണമെങ്കിലും മാറ്റാം. അപ്പം നമ്മൾ അത് മാറ്റിയിട്ട് ക്യാബിനറ്റ് ആക്കിയിട്ട് നമുക്ക് ഇവിടെ ഏതെങ്കിലും മെറ്റീരിയൽ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ മെറ്റൽ കൊടുത്തു, എന്നിട്ട് ഇവിടെ നമുക്ക് ഗോൾഡ് കൊടുത്തു, എന്നിട്ട് നമ്മളിവിടെ ജസ്റ്റ് ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ കളർ മാറ്റാം, മെറ്റീരിയലിന്റെ ഇതും കളർ മാറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. കണ്ടോ അതിന്റെ ചേഞ്ച് വന്നതുണ്ടോ? ഷോ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ കണ്ടോ അത് മാത്രം മാറിയുണ്ട്. ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ ആറാമത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ എം ടി ആയിട്ട് കിടക്കുന്ന റൂമിൻ്റെ അകത്ത് ഫർണിച്ചറുകളൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് കണ്ടു നോക്കാം. നമുക്ക് അത് എം ടി ആയിട്ടുള്ള റൂം നമ്മളൊന്ന് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് നമുക്ക് വാളും ഫ്ലോറും സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് നമുക്ക് ലിവിങ് ആണെങ്കിൽ ലിവിങ് കൊടുക്കുക. ഇവിടെ പോയിട്ട് മോഡേൺ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ കറക്റ്റ് പ്രോംപ്റ്റ് കൊടുക്കുക. നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എനിക്കൊരു എൽ ഷേപ്ഡ് സോഫ ആയിട്ടുള്ള ഇതാണ് വേണ്ടത്. ഒരു മാർബിൾ ആയിട്ടുള്ള ഒരു കോഫി ടേബിൾ വേണം. ഒരു ടിവിയുടെ ഇത് വേണം. അതുപോലെ കാരണം എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് കോമയായിട്ട് കൊടുക്കുക, ജനറേറ്റ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ജനറേറ്റ് ചെയ്ത് വരും. നമുക്ക് ഷോ ചെയ്ത് നോക്കാം. കണ്ടോ എച്ച് ഡിയിലേക്ക് ആക്കണമെങ്കിൽ എച്ച് ഡിയിലേക്ക് ഒന്നും ആക്കുന്നില്ല. നമ്മൾ നേരത്തെ കൊടുത്ത് ഇതായിരുന്നു വന്നോണ്ടോ ഈ രീതിയിലേക്ക് വ്യത്യാസം വന്നു. അടുത്ത നമ്മുടെ ഏഴാമത്തെ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഫർണിച്ചർ എല്ലാം ഫൈൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫർണിച്ചറുകളുണ്ട്. അപ്പൊ ആ ഫർണിച്ചറുകൾ എവിടെ എങ്ങനെയാണ് മേടിക്കാൻ കിട്ടുക, അതിന്റെ പേരെന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പൊ ജസ്റ്റ് നമുക്ക് ഏത് കൺട്രിയാണ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ത്യ ആണെങ്കിൽ ആ ഇന്ത്യ സെലക്ട് ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഏത് രാജ്യത്ത് നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ ടൂളും കാര്യങ്ങളും നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ആ ഏത് ഇമേജ് ആണോ ആ ഇമേജ് നമ്മൾ കൊടുക്കുക, ജനറേറ്റ് കൊടുക്കുക. കാരണം എഐക്കകത്ത് നമുക്ക് കൊണ്ടുവന്ന് ഇഷ്ടംപോലെ ഡിസൈനും കാര്യങ്ങളും കിട്ടും. പക്ഷേ ഡിസൈൻ കിട്ടിയ സാധനങ്ങൾ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ മേടിച്ചിടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആ പ്രൊഡക്റ്റ് നോക്കിയിട്ട് നമ്മൾ അറിയാൻ പാടില്ലാത്ത നമ്മൾ കണ്ണുകൊണ്ട് ശ്രദ്ധിക്കാത്ത എല്ലാ പ്രോഡക്റ്റുകളും ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ സൈറ്റും കാണിക്കും. നമുക്ക് ഇഷ്ടമുള്ള സൈറ്റിൽ പോയിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ നമുക്ക് അതിന്റെ പേര് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ ഇതിൻ്റെ അകത്ത് ഓരോ സാധനങ്ങളും കണ്ടോ. ഇപ്പോൾ ഒരു കോഫി ടേബിൾ ആണെങ്കിൽ അത് അതിന്റെ പേരെന്താണ്, അതുപോലുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പോൾ ഇത്രയും ആ സാധനങ്ങൾ അതിനകത്ത് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ചെറിയതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണ്ടോ ലൈറ്റ് കണ്ടോ. അപ്പം അതിന്റെ പേരെന്താന്ന് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് വേറെ സൈറ്റുകളിൽ പോയിട്ട് ഈ പേര് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യും കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഓരോന്നിന്റെ പേരെന്താണെന്ന് നമുക്ക് ഈ ഒരൊറ്റ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ആ മുറിക്കകത്ത് ഇത്രയും ഫർണിച്ചറുകളും സാധനങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നതിന്റെ അർത്ഥം. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൈറ്റ് ഉപയോഗിക്കുന്നത്. ഫർണിച്ചർ നമുക്ക് ഓൺലൈനിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അടുത്ത് നമ്മുടെയാണ് സ്കൈയുടെ കളർ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ പല രീതിയിലുള്ള സ്കൈ ഉണ്ട്. അതിൽ നമുക്ക് സ്കൈയുടെ കളർ അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റീരിയൽ മാറും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ കൊടുത്തേക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ആ സ്കൈയുടെ കളർ അനുസരിച്ച് നമ്മൾ മാറ്റിയതാണ്. കണ്ടോ വ്യത്യാസം വന്നുണ്ട് ഈ രീതിയിൽ. അതിന്റെ വീഡിയോ വേണമെങ്കിൽ വീഡിയോ ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ ജസ്റ്റ് നമ്മൾ ഇമേജ് കൊടുക്കുന്നതിന് പകരമായിട്ട് ഇതേപോലെ സ്കൈയുടെ കളറും മാറ്റിയിട്ട് നമുക്ക് 11 രീതിയിൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത്. കണ്ടോ ഷോ ചെയ്ത് നോക്കാം. കണ്ടോ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യണത് ജസ്റ്റ് പറഞ്ഞ് ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. നമ്മൾ നമ്മുടെ ആ സ്കൈയുടെ കളറിലെ ഏതാണ് മാറ്റം വരുന്നത് കണ്ടോ ഇത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ക്ലിയർ സ്കൈ ആണ് ക്ലിയർ സ്കൈ കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ജനറേറ്റ് കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്തു. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കൈയുടെ കളർ മാറ്റാവുന്നതാണ് നമ്മുടെ ടൂൾ. കണ്ടോ വ്യത്യാസം വന്നുണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ സ്കൈയുടെ കളർ മാറ്റുക.
ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് റെൻഡർ ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത നമ്മുടെ 9ാമത്തെ ടൂളാണ് ഡിസൈൻ ട്രാൻസ്ഫർ. ഈ ഡിസൈൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടോ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലിവിംഗ് റൂം ഇതായിരുന്നു. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലേക്ക് നമുക്ക് ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം നമുക്ക് മാറ്റേണ്ട ഇമേജ് ആണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് മാറ്റേണ്ട ഇമേജ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു. അടുത്ത അത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണോ അതാണ് ഇവിടെ റൈറ്റ് സൈഡ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇതാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അതൊന്ന് അപ്ലോഡ് ചെയ്യുന്നു. ഏതാണോ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ അത് അപ്ലോഡ് ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ പോയിട്ട് ജനറേറ്റ് ഡിസൈൻ കൊടുക്കുക, ഇത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ശരിക്കുള്ള വീടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസൈനാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസൈനെ ഈ തീമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ആ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും സാധിക്കും. അപ്പോൾ അത് ജനറേറ്റ് ചെയ്ത് ഇമേജ് ആയിട്ട് വരും. പിന്നെ വീഡിയോ ആക്കണമെങ്കിൽ വീഡിയോ ആക്കാം, HDയിലാക്കണമെങ്കിൽ HDയിലാക്കാം. നല്ല രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, നമുക്ക് ഷോ ചെയ്ത് നോക്കാം. ഇതായിരുന്നു നമ്മുടെ റൂം. മാറ്റങ്ങളൊന്നും ഉണ്ടോ, ഡിസൈൻ മാറിയുണ്ടോ? കാരണം നമ്മൾ കൊടുത്ത ഡിസൈൻ ഏതായിരുന്നു, നമ്മൾ കൊടുത്ത ഡിസൈൻ ഇതായിരുന്നു. അപ്പോൾ ഇതനുസരിച്ച് മാറ്റങ്ങൾ വന്നതാണ്. ഇതായിരുന്നു നമ്മുടെ റൂം. ഡിസൈൻ മാറിയപ്പോൾ കണ്ടോ വ്യത്യാസം വന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് മാറ്റങ്ങൾ വരും. ഈ അടുത്ത 10ാമത് വെച്ചാൽ പ്രിസിഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് പറയുന്നുണ്ടോ അവിടെ ഷോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ കറുത്ത ഇതിന്റെ ചേഞ്ചസ് ഉണ്ടോ, ഇതിനകത്ത് ആകെ ഫ്ലവർ വേസും ആ സോഫയ്ക്ക് മാത്രം ചെറിയ ചേഞ്ചസ് ഉണ്ട് കണ്ടോ. ഇത് രണ്ടും മാത്രം ചേഞ്ചസ് വന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ആകുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് പ്രിസിഷൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ 10ാമത്തെ ടൂൾ. 11ാമത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ അഡ്വൈസർ ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസൈനിന്റെ ഹെൽപ്പ് വേണമെന്ന് വെച്ചു ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, സജസ്റ്റ് ലക്ഷറി ഡിസൈൻ ഇംപ്രൂവ്മെന്റ് ഫോർ മൈ സ്മോൾ ലിവിംഗ് റൂം. അപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് അതിനേതായ രീതിയിൽ ആൻസർ. അപ്പം നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ് അത് ചെയ്യാൻ പറ്റുക, അതിന്റെ ഏത് കളർ തീം കൊടുക്കാം, ഇത് ഈ രീതിയിലുള്ള അതിന്റെ ആൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്ന രീതിയിലേക്കുള്ള ഒരു AI ഏജന്റ് ആണിത്. 12ാമത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഡിസൈനാണ്. നമ്മൾ എന്ത് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും അത് ഡിസൈൻ ആയിട്ട് വരും. ഞാൻ ഈ കൊടുത്തേക്കുന്ന എല്ലാം ഈ ടെക്സ്റ്റ് കൊടുത്ത് വന്നേക്കുന്ന ഇമേജസ് ആണിത്. ഇതൊന്നും നമ്മൾ വരയ്ക്കുക കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് നമ്മളിവിടെ കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അത് ഇന്റീരിയറിലാണെങ്കിലും എക്സ്റ്റീരിയറിലാണെങ്കിലും എല്ലാം നമ്മൾ ജസ്റ്റ് പ്രോംപ്റ്റിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരും. കണ്ടോ, ലക്ഷറി മോഡേൺ വില്ല വിത്ത് ഇൻഫിനിറ്റി പൂള്, ഗ്ലാസ് വാള്, ടോപ്പിക്കൽ ലാൻഡ്സ്കേപ്പ്, സൺസെറ്റ് ലൈനിങ്, ഈ രീതിയിൽ നമ്മൾ കൊടുത്ത് ഇമേജ് നമ്മൾ ജസ്റ്റ് കോമായിട്ട് കൊടുത്താൽ മാത്രം മതി. നമുക്ക് എന്താ വേണ്ടെന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഈ കാണിച്ചിരിക്കുന്ന ഇമേജസ് എല്ലാം ഇതെല്ലാം നമ്മൾ ഈ ടെക്സ്റ്റ് കൊടുത്ത് ഇമേജിലേക്ക് ആക്കിയതാണ്. ഇതെല്ലാം നമുക്ക് കൊമേഴ്ഷ്യലി ഉപയോഗിക്കാനും പറ്റും. ഇപ്പം ഞാൻ ഈ കൊടുത്തേക്കുന്ന ട്യൂട്ടോറിയൽ കൊടുത്തേക്കുന്ന എല്ലാം ഇവിടുന്ന് എടുത്തേക്കുന്ന ഇമേജാണ്. ഇതാണ്ടോ ജനറേറ്റ് ചെയ്ത് തന്നതുണ്ടോ ഈ രീതിയിൽ കണ്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റ് ആയിട്ട് നമുക്ക് വരുത്താൻ സാധിക്കും. ആണ് നമ്മുടെ 12ാമത്തെ ടൂൾ. 13ാമത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസൈനിന്റെ ക്രിട്ടിക് ആണ്. നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നമ്മുടെ ആ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതാണോ ചെയ്തേക്കുന്നത് ആ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തിട്ട് അത് ഇന്റീരിയറിലാണോ എക്സ്റ്റീരിയറിലാണോ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്റീരിയറിലാണ്. ഓക്കെ, ഇന്റീരിയൽ സെലക്ട് ചെയ്തിട്ട് അതിനെ ക്രിട്ടിക്. അപ്പോൾ ഈ നമ്മൾ ചെയ്തേക്കുന്നതിനകത്തുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ് 13ാമത്തെ ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തപ്പോഴത്തേക്കും അപ്പോൾ ഈ ഒരു ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു രീതി. നമ്മുടെ 14ാമത്തെയാണ് സ്മാർട്ടായിട്ട് നമ്മളെ റൂം ആക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഏതാണോ നമുക്ക് സ്മാർട്ട് ഹോം ആക്കേണ്ടത് അത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആ അപ്ലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ ജസ്റ്റ് ഫീഡ്ബാക്ക് എന്നുള്ളത് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ അതിനകത്ത് എവിടെയൊക്കെ നമുക്ക് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള സ്മാർട്ടായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. CCTV വയ്ക്കാനുള്ളതോ അല്ലെങ്കിൽ അതുപോലുള്ള ഓട്ടോമേഷനോ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വരും. സ്മാർട്ട് ലൈനിങ് ഏതെങ്കിലും വയ്ക്കാൻ പറ്റും, തെർമോസ്റ്റാറ്റ് അവിടെ വയ്ക്കാൻ പറ്റും. ഇതുപോലെ ഓരോന്നും നമുക്കത് സ്മാർട്ടായിട്ട് നമുക്കിതിനെ കുറച്ചും കൂടെ പൈസ കൊടുത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അനലൈസ് ചെയ്ത് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തരുന്നതാണ് ഈ ഒരു ടൂൾ എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ 15ാമത്തെ ടൂൾ എന്ന് പറയുന്നത് ഇതേപോലെ മെറ്റീരിയലുകൾ ചേഞ്ച് വരുത്താനുള്ളതാണ്. ഇത് കണ്ടോ, ഇവിടെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം. കണ്ടോ,
ഇതിനാണ് ഇവിടുത്തെ മാത്രം മെറ്റീരിയൽ ചേഞ്ച് ചെയ്തതുണ്ട്. വേറെ എവിടെയും വ്യത്യാസമില്ല. ഈ രീതിയിൽ നമുക്ക് മെറ്റീരിയൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. ഫസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏതാണ് നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ട അവിടെ മാത്രം നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. കട ഇത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് നമുക്ക് മെറ്റീരിയൽ മാറ്റങ്ങൾ വരുത്തേണ്ട ഏതാണോ അത് കൊടുക്കുക. ഇവിടെ പോയിട്ട് നമുക്ക് ചേഞ്ച് വരുത്തേണ്ട ഇമേജ് കൊടുക്കണം. ഇപ്പൊ ഞാനിത് കൊടുത്തിട്ട് ഇതാണ് ചേഞ്ച് വരുത്തേണ്ടത് വിചാരിച്ചു. എന്നിട്ട് ജസ്റ്റ് ജനറേറ്റ് ഡിസൈൻ കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പുറത്ത് നമുക്ക് എവിടെയാണോ മെറ്റീരിയൽ ചെയ്യേണ്ടത് ആ മെറ്റീരിയൽ ചെയ്യേണ്ടത് മാത്രം മാറ്റം വരുത്തിയാൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചേഞ്ചസ് വരുത്തി തരും. ഇതൊരു ടൈൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ചെയ്ത് കൊടുത്തതാണ്. ഇതുണ്ടോ, അത് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്തായിരുന്നു. ഇതുണ്ടോ, ഇതൊരു മാർബിൾ അതുപോലെ സാധനങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഭിത്തിയിൽ ഇത് വന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തതാണ്. ഇതേപോലെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ വരും എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുണ്ടാവും, ഇത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഷോ ചെയ്ത് നോക്കാം. ഇതുണ്ടോ, ആ വ്യത്യാസം കണ്ടോ, നമ്മൾ കൊടുത്ത മെറ്റീരിയലിലേക്ക് മാറിയുണ്ടോ. ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അടുത്താണ് നമ്മുടെ ഫ്ലോർ എഡിറ്റർ. ഫ്ലോർ എഡിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ തറയിലെ ടൈലുകൾ മാത്രം മാറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ടൈലുകൾ ഉണ്ടെങ്കിൽ ഇതുണ്ടോ, ഇതേപോലെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇത് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നുമില്ല. നമ്മൾ ആദ്യമേ നമുക്ക് നമ്മുടെ ഇമേജ് ഏതാണെന്ന് അതിന് അപ്ലോഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏതാണ് നമുക്ക് ടൈല് മാറ്റാൻ പറ്റുന്ന ആ ഇമേജ് അങ്ങ് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ടൈലിന്റെ ഇമേജ് കൂടെ നമ്മളിവിടെ കൊടുക്കുക. എന്നിട്ട് കൊടുത്തിട്ട് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ആയിട്ട് അത് ജനറേറ്റ് ചെയ്ത് വരും. ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും കണ്ടോ, 3x3 2x2 ഏതാണ് നമുക്ക് വേണ്ട ആ ഇമേജ് സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് ആ ടൈലിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താനും പറ്റും. അപ്പോൾ കണ്ടോ വ്യത്യാസം കണ്ടോ, ഈ രീതിയിലേക്കായി. വേറെ ഒന്നും വ്യത്യാസമില്ല, ആ ടൈല് മാത്രം മാറി. ടൈലിന്റെ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈസ് മാറ്റണമെങ്കിൽ ഇവിടെ കണ്ടോ, ഈ 3x3 എന്നുള്ള മാറ്റിയിട്ട് 1x1 തൊട്ട് 4x4 വരെയുള്ള ആക്കി കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും വരും. ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് നമുക്കത് ഉപയോഗിക്കാം. അടുത്ത നമ്മുടെ 17ാമത്തെയാണ് നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താൻ. ഇപ്പം കണ്ടോ, ഇത് ഷോ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഫർണിച്ചർ ഷോപ്പിലൊക്കെ മേടിക്കുകയാണ്. നമ്മൾ ഇഷ്ടമുള്ള ഫർണിച്ചറൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് നമ്മളിവിടെ നിന്ന് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഇവിടെ ഉണ്ടോ, അതനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ വരും, അതിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക, അതനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ മുമ്പ് നമ്മൾ ഇതേപോലെ ഫർണിച്ചറും എന്തൊക്കെയാണോ ഉള്ളത് നമ്മളങ്ങ് അപ്ലോഡ് ചെയ്യുക. ഇത് അപ്ലോഡ് ചെയ്തിട്ട് നമ്മളിവിടെ നമുക്ക് വേണ്ട പ്രോംപ്റ്റ് എന്നാ വെച്ചാൽ എഴുതി കൊടുത്താൽ മാത്രം മതി. ഇപ്പം ജസ്റ്റ് നമ്മളിവിടെ പൊസിഷൻ കൊടുത്തു. എന്നിട്ട് ഇപ്പം ലിവിംഗ് റൂമിലേക്കാണെങ്കിൽ ലിവിംഗ് റൂം സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നമ്മൾ മോഡേൺ സെലക്ട് ചെയ്തു. ജസ്റ്റ് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് നമ്മളോട് കൊടുത്തു. എന്നിട്ട് ജനറേറ്റ് ഡിസൈൻ കൊടുക്കും. ഇത്രേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ രീതിയിലേക്ക് എത്താൻ പറ്റും. അതാണ് നമ്മുടെ 17ാമത്തെ ടൂൾ. നമ്മൾ കൊടുത്ത സാധനങ്ങൾ അതേപോലെ നിർത്തി അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വൃത്തിയാക്കിയിട്ട് അതൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയൊരു ഇതിലേക്ക് എത്താൻ സാധിച്ചു. ശരിക്കും ഫർണിച്ചർ കടയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഫർണിച്ചറുകൾ വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മൾ ഫർണിച്ചറൊക്കെ മേടിക്കുന്ന ഇതാണെങ്കിൽ ആ ഫർണിച്ചർ ലിസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇതേപോലെ അങ്ങ് ആ ഫോട്ടോ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഫർണിച്ചർ അനുസരിച്ച് ഇതേപോലെ ഡിസൈൻ ആയിട്ട് വരും. അടുത്ത നമ്മുടെ 18ാമത്തെ റൂട്ടുകളാണ് ഫർണിച്ചർ റിമൂവ് ചെയ്യുന്നത്. ശരിക്കും ഇതുണ്ട്, ഇതിപ്പോൾ നമ്മുടെ ഒരു പഴയ ഒരു ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോയിൽ ഫർണിച്ചർ റിമൂവ് ചെയ്തപ്പോഴത്തേക്കും വന്നതാണ്. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നമ്മളൊന്ന് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ ആയിരിക്കും വരിക. ഇതേപോലെ വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ആം ചെയർ ആണെങ്കിൽ ആം ചെയർ പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കുഷ്യൻ ഉള്ളതാണെങ്കിൽ കുഷ്യൻ, അല്ല സോഫ ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടത് അത് മാത്രം പിക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമുക്കിപ്പം ആവശ്യമില്ലാത്ത സാധനങ്ങൾ വന്നെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് മാനുവലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ടാത്ത നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. അതല്ല നമ്മൾ ചെയ്ത തിരുത്തണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിമൂവ് പോയിട്ട് നമുക്ക് ഇവിടെ പോയിട്ട് കണ്ടോ ഈ രീതിയിൽ ഇങ്ങനെ നമുക്ക് വേണ്ട ഏതൊക്കെയാണോ അത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ജനറേറ്റ് ഡിസൈൻ എന്നുള്ളത് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് ഇതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്ത് തരും. ഈ ഒരു ഇമേജിൽ നിന്നാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് മൊത്തത്തിൽ കളയണം എന്നുണ്ടെങ്കിലോ ജസ്റ്റ് ഇവിടെ പോയിട്ട് ഓട്ടോമാറ്റിക്കലി അത് വിട്ട് റിമൂവ് ഓൾ ഫർണിച്ചർ കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് ഫർണിച്ചർ റിമൂവ് ആയി പോകും. ആ രീതിയിലും ചെയ്യാം.
അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു പഴയ റൂമും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എല്ലാ ഫർണിച്ചറുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതുണ്ട്. അപ്പൊ നമ്മൾ റിമൂവ് ചെയ്തപ്പോഴത്തേക്കും എല്ലാം റിമൂവ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും വന്നോണ്ട് എന്റെ ഇമേജ് ഉണ്ട്. ഇതായിരുന്നു നമ്മുടെ ഇമേജ്. ഇതെല്ലാം പോയപ്പോഴത്തേക്കും ഉണ്ടോ ഈ രീതിയിലേക്കായി. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് വേണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ടൂളാണ് ഇത്. ഓരോന്നും മാത്രമായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം, അതെല്ലാം മൊത്തത്തിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ടൂളാണ് ഫർണിച്ചർ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ ഫർണിച്ചർ ക്രിയേറ്റ് ചെയ്താണ്. നമ്മൾ ജസ്റ്റ് പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫർണിച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് വേണ്ട പ്രോംപ്റ്റ് ജസ്റ്റ് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ജനറേറ്റ് ഡിസൈൻ ഇത്രേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള ഫർണിച്ചറുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വരും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് കണ്ടോ, ഇത് ഫർണിച്ചർ വന്ന് ഷോ ചെയ്ത് നോക്കാം. ഇതായിരുന്നു നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ്. അതനുസരിച്ചുള്ള ഫർണിച്ചറാണ് ഇവിടെ വന്നത്. ഇനിയിപ്പോൾ ഈ ഫർണിച്ചർ വന്നു, ഇതിനകത്ത് നമുക്ക് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ആക്കാം, HD ആക്കാം. അതുകൂടാതെ ഇതിനകത്തൊരു 3D ഓപ്ഷൻ ഉണ്ട്. ഈ 3D ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഈ 2Dയെ നമുക്ക് 3D ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ജസ്റ്റ് കൺവേർട്ട് 3D എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഈ സോഫയെ നമുക്കൊന്ന് 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ 3D ഡിസൈൻ മാത്രം 1 മിനിറ്റിൽ റെൻഡർ ചെയ്ത് തീരത്തില്ല. അത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഈ രീതിയിലേക്ക് വന്നു 360 ഡിഗ്രിയിൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത് കണ്ടോ. ഈ രീതിയിലേക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫർണിച്ചർ ചെയ്യാൻ നേരത്ത് ഫർണിച്ചർ 2D ഇമേജ് അല്ല, ഇതേപോലെ 3D ആക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ കസേരയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോരോ സൈഡിൽ എങ്ങനെയാണ് ആ കൊടുത്തേക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് എളുപ്പമുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇമേജിന് കിട്ടിയതിന്റെ സ്ഥാനത്ത് ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും സൈഡ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് വേണ്ട ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടൂൾ ഉപയോഗിക്കാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ വീഡിയോ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വീഡിയോയും ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ പല രീതിയിലേക്കുള്ള ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വീഡിയോ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. 11 രീതിയിലേക്ക് വരെ നമുക്ക് വീഡിയോയും ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത. അടുത്ത 20ാമത് നമ്മുടെ ടൂൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ പെയിന്റിങ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കൊരു റൂം കിട്ടിക്കഴിഞ്ഞാൽ ആ റൂമിൽ അതുണ്ടോ പെയിന്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ നേരത്തെ ഒരു പെയിന്റിങ്ങിന്റെ കാണിച്ചിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ എന്ന് വെച്ചാൽ നമുക്കൊരു പെയിന്റ് ഷോപ്പിലോ കാര്യങ്ങളോ പോയിട്ട് നമുക്ക് ആ ഇമേജ് അപ്ലോഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം കാണിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇമേജ് തന്നെ ഞാനിവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. ജസ്റ്റ് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമുക്ക് എവിടെയാണ് പെയിന്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ എനിക്ക് വാളിനെയാണ് ഞാൻ പെയിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വാള് സെലക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ പോയിട്ട് കണ്ടിന്യൂ കൊടുത്തു. ഇനി മാനുവലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യണം. നമുക്ക് ഏത് ചെറിയ പോർഷൻ മാത്രമാണ് ചെയ്യേണ്ടെങ്കിൽ ഇവിടെ മാനുവലായിട്ട് ചെയ്യാം. നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുക്കാൻ നേരത്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ കളർ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും നമുക്ക് ഗൂഗിളിലെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് കസ്റ്റമായിട്ടുള്ള കളർ നമുക്ക് പിക്ക് ചെയ്യണമെങ്കിൽ പിക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഇമേജസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റും. ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ജസ്റ്റ് ഒന്ന് ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. ഞാൻ അപ്ലോഡ് ചെയ്തു, ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തു. ഇത് ഞാൻ ജസ്റ്റ് ജനറേറ്റ് ഡിസൈൻ ഇത്രേ ഉള്ളൂ. നമുക്കൊന്ന് ഷോ ചെയ്ത് നോക്കാം. നേരത്തെ ഉള്ളത് ഇതുള്ള കളർ വ്യത്യാസം കണ്ടോ, ഈ രീതിയിലേക്കായി. ഇപ്പം നമുക്ക് കുറച്ച് ഒരു യെല്ലോ ആയിട്ടുള്ള കളർ വേണമെന്ന് വിചാരിച്ചു. ഈ രീതിയിൽ നമുക്ക് പല പല കളർ ചെയ്ത് നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇത് HD ആക്കാനുള്ള സൗകര്യമുണ്ട്, വീഡിയോ ആക്കാനുള്ള ഇതുണ്ട്. ഈ രീതിയിലേക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് 20ാമത്തെ ടൂൾ. അടുത്ത നമ്മുടെ ടൂളാണ് ഹാൻഡ് സ്കെച്ചിനെ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും, റെൻഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടോ, ഇതൊരു ഹാൻഡ് സ്കെച്ച് ആണ്. ഈ ഹാൻഡ് സ്കെച്ച് ആയിട്ടുള്ള ഒരു ഇമേജിനെ നമുക്ക് ഇതേപോലെ റെൻഡർ എടുക്കാൻ പറ്റും. ഏറ്റവും നമ്മൾ ഹാൻഡ് സ്കെച്ച് ഒക്കെ വരയ്ക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക. ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫയൽ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പം ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കെയിൽ കുറവാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തന്നെ അപ്സ്കെയിൽ ചെയ്യും കേട്ടോ. നമ്മൾ വേറെ സോഫ്റ്റ്വെയർ പെടാൻ അറിയുന്നുണ്ട്. ലോ റെസൊല്യൂഷനിലായിട്ടുള്ള ഇമേജ് ആണെങ്കിൽ ഇത് തന്നെ ഒന്ന് അപ്സ്കെയിൽ ചെയ്ത് നമുക്ക് വേണ്ട ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി തരും. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തത്. അതിനുശേഷം നമ്മൾ നോക്കുന്നത് എക്സ്റ്റീരിയറിലാണ്. എക്സ്റ്റീരിയറിലായിട്ട് സൈഡ് ഹൗസ് ആണ്. ഫ്രണ്ട് ഹൗസ് ആണെങ്കിൽ ഫ്രണ്ട് ഹൗസ് കൊടുക്കാം, ബാക്ക് ഹൗസ് ആണെങ്കിൽ ബാക്ക് ഹൗസ് കൊടുക്കാം. ഇവിടെ നമുക്ക് മോഡേൺ കൊടുക്കാം. അതിനുശേഷം നമുക്ക് വല്ല ഇൻസ്ട്രക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൊടുക്കാം. രണ്ട് രീതി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ആദ്യത്തെ ഞാൻ ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുക്കാതെ ഇതൊന്നും ചെയ്തിട്ട് ഇന്ന് റെൻഡർ ചെയ്ത് തരാം. അതിനുശേഷം ഞാൻ ഇതേ സാധനം തന്നെ നമുക്ക് വേണ്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഒരു പൂളൊക്കെ വരുന്ന രീതിയിലേക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഫസ്റ്റത്തെ കേസ്. ഇവിടെ നമ്മൾ പ്രോംപ്റ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡിസൈൻ കണ്ടു. അപ്പോൾ എന്തെങ്കിലും ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡിസൈൻ വന്നേക്കുന്നത്. നമ്മൾ കൊടുത്തു, അതിന് അതേപോലെ തന്നെ 3D ആക്കി വരുന്നു കണ്ടോ.
ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രോംപ്റ്റും കൂടെ കൊടുക്കാം. നമുക്ക് വേണ്ട എന്തൊക്കെയാണെന്നുള്ളത് ഇതുണ്ടോ, ഒരു മോഡേൺ വില്ല വിത്ത് ഗ്ലാസ് പാക്കേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ട്. ഈ രീതിയിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് പ്രോംപ്റ്റുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോംപ്റ്റും കാര്യങ്ങളും കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജനറേറ്റ് കൊടുക്കാം. ഇതാണ് വ്യത്യാസം കണ്ടോ. നമ്മൾ ആ ഒരു ഇമേജ്, ആ ഇമേജിൻ്റെ അകത്ത് നമുക്ക് പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ വ്യത്യാസമുണ്ട്. അതിനകത്ത് ആഡ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് വന്നു. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ എന്തെങ്കിലും പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോംപ്റ്റും കൂടെ അനുസരിച്ച് വരും. ഇതിപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇമേജ് ആയുള്ളൂ. ഇതിനെ നമ്മൾ ഇനി എഡിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ തന്നെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് മാറ്റാനായിട്ട്. ഇത് തന്നെ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ HD ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് VD ആക്കാൻ പറ്റും. എഡിറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ എഡിറ്റ് ചെയ്തിട്ട് നേരത്തെ സ്കൈ കളറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ നേരത്തെ പഠിച്ച സ്കൈ കളറിലേക്ക് പോകും. ഈ ഒരു ഇമേജിൻ്റെ അകത്ത് ഫസ്റ്റ് ഇമേജ് ആയിട്ട് പിന്നെ നമുക്ക് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം ഞാനൊരു വൈകുന്നേരത്തെ മോഡാക്കുന്നു വെച്ചു, അതായത് നൈറ്റ് മോഡ് ആക്കുന്നു വെച്ചു. നൈറ്റ് മോഡ് ആക്കിയിട്ട് ഞാൻ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാം. കഴിഞ്ഞോണം നമ്മൾ ക്ലിയർ സ്കൈ അല്ലായിരുന്നു അവിടുത്തെ, ഞാൻ നേരത്തെ ചെയ്തായിരുന്നു. അങ്ങനെയുള്ള ഇമേജാണ് കണ്ടോ. ഇത് വേറൊരു ഇമേജ്. ഇത് ഒരേ ഇമേജിന് തന്നെ നമുക്ക് പല രീതിയിൽ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് മാർക്ക് കിട്ടും. പിന്നെ ഷോ ചെയ്ത് നോക്കാം. കണ്ടോ, എന്തായാലും നമ്മൾ കൊടുത്തത് കണ്ടോ, ഇമേജ് മാറിയുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്കൊക്കെ നമുക്ക് ഒരേ ടൂളിൻ്റെ അകത്ത് തന്നെ പല ടൂളിലേക്ക് മാറ്റാനും ഇത് അവിടെ നിന്ന് നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ റീഡിസൈൻ ഇപ്പോൾ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുന്നു. ഇപ്പോൾ ഈ ഒരു സാധനത്തെ തന്നെ റീഡിസൈൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് എഡിറ്റ് കൊടുത്ത് റീഡിസൈൻ എന്നുള്ളതിനകത്തേക്ക് പോകാം. അപ്പം ഇതെല്ലാ ടൂളുകളും ഇന്റർകണക്റ്റഡ് ആണ്. ഒരു ടൂൾ വെച്ച് നമുക്ക് ചെയ്യാന്നുള്ളതല്ല. എന്നിട്ട് നമുക്ക് പല രീതിയിൽ ഇപ്പോൾ XTL എടുത്തു, സൈഡ് ഹൗസ് എടുത്തു, മോഡേൺ കൊടുത്തു, ബ്യൂട്ടിഫുൾ കൊടുത്തു, സ്ട്രക്ചറോ കാര്യങ്ങളോ ചേഞ്ചസ് വരുന്നില്ല, രണ്ട് ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് കുറച്ചും കൂടെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രത്യേകത. 24 ടൂളുകളാണ് നമുക്കുള്ളത് ഒരേ പ്ലാറ്റ്ഫോമിനകത്ത്. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് ഇതിനകത്ത് മാറ്റാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് കണ്ടോ, കുറച്ചും കൂടെ മാറ്റങ്ങൾ വന്നു. കണ്ടോ, ഈ രീതിയിൽ. ഇപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം, മെറ്റീരിയൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ മെറ്റീരിയൽ ചേഞ്ച് ചെയ്യാം. അത് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് പല പല രീതിയിലേക്ക് നമുക്ക് എഡിറ്റിംഗ് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അടുത്ത നമ്മൾ 22ാമത്തെ ടൂളാണ് വിർച്വൽ സ്റ്റാഗിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ എംപ്റ്റി ആയിട്ടുള്ള റൂം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫർണിച്ചറൊക്കെ ആഡ് ചെയ്തിടാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. ജസ്റ്റ് നമുക്ക് ആദ്യം ഒരു MD റൂം നമുക്കൊന്ന് അപ്ലോഡ് ചെയ്യാം. നമ്മളൊരു MD റൂം നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, ഇതിപ്പോൾ കൊടുത്തേക്കുന്നുണ്ടോ, ഇതൊരു MD റൂമായിരുന്നു. ആ MD റൂമിൻ്റെ അകത്താണ് ഇതേപോലെ ഫർണിച്ചർ ആഡ് ചെയ്യണത്. ഇതെങ്ങനെ ചെയ്തേക്കണം നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇമേജ് അങ്ങ് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് നമുക്കിവിടെ ഏതാണ് റൂമെന്നുള്ളത് നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ റൂമുകളുണ്ട്. അല്ലെങ്കിൽ ഏത് റൂം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ലിവിംഗ് റൂമാണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടംപോലെ മോഡ്സും ഉണ്ട്. നമുക്ക് ഏത് മോഡൽ സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാൻ മോഡേൺ ആണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ പ്രോംപ്റ്റ് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ പ്രോംപ്റ്റും കാര്യങ്ങളും കൊടുക്കുക, എന്നിട്ട് ജനറേറ്റ് ഡിസൈൻ. കണ്ടോ, ഇത് നമ്മൾ നേരത്തെ ചെയ്തേക്കുന്നതാണ്. കണ്ടോ, ഇത് നമ്മൾ നേരത്തെ ചെയ്തേക്കുന്നതാണ്. കണ്ടോ, ഇതൊരു MD റൂമായിരുന്നു. ആ MD റൂമിനെ നമ്മൾ ഇതേപോലെ ആക്കി. ഇതൊരു MD റൂമായിരുന്നു. ഇതാ കണ്ടോ, ഈ രീതിയിലേക്ക് ആക്കി. ഇതെല്ലാം നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട്. ഇതാണ് നമ്മുടെ റൂം കൊടുത്തത്. അതാണ്ടോ, ഒരു ലിവിംഗ് റൂം വിത്ത് അതിനകത്ത് ഡോറോ വിൻഡോസോ അല്ലെങ്കിൽ അതുപോലെ സാധനങ്ങളൊന്നും മാറ്റം വരുത്താതെ അതിനൊരു ലിവിംഗ് റൂം ആക്കിയിട്ട് അതേ സ്കെയിലിൽ തന്നെ വന്നിട്ട് ഫർണിച്ചർ എല്ലാം സെറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് വന്നേക്കുന്നത്. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ആക്കാം, HD ചെയ്യാം, എന്ത് കാര്യങ്ങളും നമുക്ക് അത് ചെയ്യാം. ഇതിൻ്റെ അകത്തിന് ടൈല് മാറ്റണമെങ്കിൽ ടൈല് മാറ്റാം, കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം, മെറ്റീരിയൽ മാറ്റണമെങ്കിൽ മെറ്റീരിയൽ മാറ്റാം, ഫർണിച്ചർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിനി ചെയ്യാനും പറ്റും. അടുത്താണ് നമ്മുടെ റൂം കമ്പോസർ. റൂം കമ്പോസർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു MD റൂം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫർണിച്ചറുകൾ നമുക്ക് ഇതുപോലെ പെറുക്കി പെറുക്കി ഇട്ടത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നേരത്തെ വെച്ചാൽ നമ്മൾ പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ട് കൊടുക്കണം. അതിന് പകരമായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇതിനകത്ത് MD ആയിട്ടുള്ളതാണെങ്കിൽ അതിനകത്ത് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഫർണിച്ചറും കാര്യങ്ങളും വരുമായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഫർണിച്ചറുകൾ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ബെഡ് വേണമെങ്കിൽ ഇവിടെ പോയിട്ട് ബെഡ് പോയിട്ട് എടുക്കാം. അതല്ല ഡൈനിങ് ടേബിൾ ആണെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതല്ല ഇപ്പം നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഇമേജസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ പോയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫർണിച്ചറും കാര്യങ്ങളും വരും. എന്നിട്ട് നമുക്ക് അതിവിടെ കൊടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ അത് ഞാൻ ജസ്റ്റ് ഒരു സോഫ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളൊരു സോഫ അങ്ങ് ഇടുകയെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളത് സ്കെയിൽ നോക്കി നമ്മൾ കൃത്യമായിട്ട് വെക്കുക.
ഇത് നമുക്ക് ഈ സോഫ തന്നെ നമുക്ക് പല രീതിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. കണ്ടോ? ചേഞ്ച് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഓരോരോ കൊടുത്തിട്ടുണ്ട്. സോഫ കൊടുത്തിട്ടുണ്ട്, കിച്ചന്റെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ പല സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്കിപ്പോൾ ലാമ്പാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ലാമ്പ് ക്ലിക്ക് ചെയ്യുക. ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ സാധനങ്ങൾ മാത്രം ഇവിടെ ടിക്ക് ചെയ്ത് നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന്, അതായത് നമ്മുടെ ഒരു സ്ഥലത്തിനനുസരിച്ച് നമുക്കിപ്പോൾ ബെഡൊക്കെ വെക്കണമെങ്കിലോ ആണെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റൂം ആണെങ്കിലും ഇതേപോലെ റൂമിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുത്താൽ മതി. കണ്ടിന്യൂ കൊടുക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് ആയിട്ട് വരും. ഓക്കെ, ഏത് ടൈപ്പ് റൂം ആണെന്നുള്ളത്. അപ്പം ഞാനിപ്പം ലിവിംഗ് റൂം മോഡേൺ ജനറേറ്റ് ഡിസൈൻ. അപ്പോൾ ആ ലിവിംഗ് റൂമിൻ്റെ അകത്ത് ആ ഫർണിച്ചർ ഇട്ടിട്ട് വരുന്ന രീതിയിലേക്കായി. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സ്ഥലത്ത് നമുക്ക് ഫർണിച്ചറും കാര്യങ്ങളും വെക്കാനുള്ളതാണ് നമ്മുടെ 23ാമത്തെ ടൂൾ. അടുത്ത 24ാമത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 2D കൊടുത്തു കഴിഞ്ഞാൽ അതിനെ 3D ആക്കി വരുന്നതാണ്. ഇതിന്റെ 3D ക്വാളിറ്റി നല്ലതാണ്, പക്ഷേ ഇതൊരു 40% മാത്രമേ ഞാൻ ഇതിന് മാർക്ക് കൊടുക്കത്തുള്ളൂ. ബാക്കിയുള്ള ടൂളിനും ഒരു 80% വരെ കൊടുക്കാം. ഇതിന് ഞാൻ 40% കൊടുക്കണം. കാരണം വെച്ചാൽ ഈ ഒരു ടൂളിന്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന അതേ ഡിസൈൻ്റെ അകത്ത് അത് 3D ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കും. ഇതാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇമേജ്, അല്ലെങ്കിൽ 2D ആയിട്ടുള്ള ഇമേജ് ഏതാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ജസ്റ്റ് ജനറേറ്റ് ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതേപോലത്തെ സാധനം തന്നെ കിട്ടണ്ടേ, പക്ഷെ ചെറിയ വ്യത്യാസത്തിലായിരിക്കും ഇത് കിട്ടുന്നത്. അത് കിട്ടുന്നുണ്ടോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വാള് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡിസൈൻ ക്വാളിറ്റി കുഴപ്പമില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ? ഇവിടെ ഒരു വാളുണ്ടായിരുന്നു, ആ വാള് കൃത്യമായിട്ട് കിട്ടിയില്ല. ബാക്കി കുഴപ്പമില്ല. അപ്പം ഇങ്ങനത്തെ രീതിയിൽ 100% നമ്മൾ കൊടുക്കുന്ന അതേ വാളും കാര്യങ്ങളും അതിപ്പോൾ ആയിട്ടില്ല. അവരൊരു 1 മന്ത് to 2 മന്തിനുള്ളിൽ അതും കൂടെ ചേഞ്ച് ചെയ്ത് തരാമെന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ വർക്കിംഗ് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റി ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഡിസൈൻ്റെ ആ ഒരു അതേ സ്റ്റെബിലിറ്റിയോടെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ടൂളുകളായിട്ട് വരാൻ പോകുന്ന ടൂളുകൾ ഈ ടൂളായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ടൂൾ ഹാൻഡ് സ്കെച്ച് കൊടുത്തു കഴിഞ്ഞാലും ഹാൻഡ് സ്കെച്ചിന് ഇതേപോലെ തന്നെ ഫർണിച്ചറൊക്കെ ഇട്ട് 3D ആക്കിയിട്ട് അത് കൊണ്ടുതരാം. കണ്ടോ? ഷോ ചെയ്തോ. കണ്ടോ? ഇതിപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തതാണ്. നമുക്കൊന്ന് റിസൾട്ട് കണ്ടോ? ഇവിടെ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു 80% ആയിട്ടുണ്ട്. എല്ലാം എപ്പോഴും നമ്മൾ ഒരു 100% റിസൾട്ട് കിട്ടാറില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഷോ ചെയ്ത് നോക്കാം. ഇവിടെ ബെഡ്റൂം, ഇവിടെ ഡൈനിങ്, സ്റ്റെയർ കേസ്, ബെഡ്, ഡോറ്, കണ്ടോ? ടോയ്ലറ്റ്, കിച്ചൺ. ഇവിടെ ഉണ്ട് സിറ്റ് ഔട്ടിന്റെ ഇവിടുത്തെ ഒരു ഭിത്തി കിട്ടിയില്ല. കണ്ടോ? ഇതേപോലെ ചെറിയ ചേഞ്ചസിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 100% ഇത് ഓക്കറായിട്ടില്ല, ഒരു 40%. ബാക്കി ഡിസൈനായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒരു ഇവിടുത്തെ ഒരു വാളം വന്നിട്ടില്ല. കണ്ടോ? ഇതേപോലെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഇതിനകത്തുണ്ട്. പക്ഷെ അത് അവർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ജസ്റ്റ് 2D കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇതേപോലെ 3D ആയിട്ട് വരുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ടൂളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതെല്ലാം നമ്മൾ അതേപോലെ ചെയ്തു നോക്കിയിട്ടുള്ള പ്ലാനുകളാണ്.